അങ്കണവാടി ജീവനക്കാരുടെ സമരത്തിനെതിരെ സർക്കാർ. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ ആരോപിച്ചു. നേരത്തെ അനുവദിച്ചിരുന്ന 9 കോടി രൂപ ചെലവിട്ടുവെന്നും 10 കോടി രൂപ ജീവനക്കാരുടെ ക്ഷേമത്തിനായി അധികം അനുവദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. 4 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ വേതനം 550 രൂപയിൽ നിന്ന് 10,000 ആക്കിയത് UDF സർക്കാരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിലവിൽ അങ്കണവാടി ജീവനക്കാർക്ക് മിനിമം വേതനത്തിന്റെ പകുതി പോലും പ്രതിഫലം പ്രതിദിനം കിട്ടുന്നില്ല. 9 മാസമായി പെൻഷൻ നൽകിയിട്ടില്ലെന്നും ജീവനക്കാരെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്നും സർക്കാർ പറഞ്ഞു. ഓണറേറിയമായിട്ട് അംഗനവാടി വർക്കർക്ക് കേന്ദ്രം നൽകുന്നത്, യൂണിയൻ ഗവൺമെന്റ് നൽകുന്നത് 2,700 രൂപ മാത്രമാണ് സാർ. എന്നാൽ കേരളം ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതലുള്ളവർക്ക്, 10 വർഷം താഴെയുള്ളവർക്ക് 12,500 രൂപയും 10 വർഷത്തിൽ കൂടുതൽ സേവനമുള്ളവർക്ക് 13,000 രൂപയും ഓണറേറിയമായി നൽകുന്നുണ്ട്. ഇതുകൂടാതെ മറ്റു രൂപത്തിലുള്ള നേരത്തെ പറഞ്ഞ ഇൻസെന്റീവുകൾ നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ നൽകുന്ന തുകയുടെ 80% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും 80% ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റാണ് വഹിക്കുന്നത്. കേരളത്തിൽ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൽ? സാറേ, എല്ലായിടത്തും വെക്കേഷന്റെ സമയത്തും ശനിയാഴ്ചയും എല്ലാ ദിവസവും ജോലിയാണ്. അത്രമാത്രം തീർത്താൽ തീരാത്ത ജോലിയാണ്. കേരളത്തിൽ ഏതെങ്കിലും തൊഴിൽ രംഗത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഗതികേട് ഈ നമ്മുടെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഉള്ളതുപോലെ ആർക്കെങ്കിലും ഗതികേടുണ്ടോ സാർ?